back to Paru's Planet. സെക്കൻഡ് ഡേ രാവിലെ നമ്മൾ എണീറ്റ് രാവിലെ അല്ല 8 മണിയായി. അപ്പോൾ രാവിലത്തെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കൈ ഒന്ന് തുറന്നു കാണിക്കും സിമ്മനെ. മുട്ട, പോഹ, ഉപ്മ, ബ്രെഡ് ഷേക്കർ, പിന്നെ ചായ, കോയോ, കാപ്പിയോ. നമ്മുടെ രാവിലെ നമ്മൾ ഷിക്കാനിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ആളാരാന്നറിയാമോ? ആ ഒരു അണ്ണനാണ്. താങ്ക് യു. കാശ്മീർ വ്ലോഗിൻ്റെ പാർട്ട് 3 ആണിത്. ഇതിന് മുമ്പുള്ള 2 വ്ലോഗുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശ്രീനഗർ എത്തിയിട്ട് 2ാമത്തെ ദിവസമാണ്. പ്രകൃതി സൗന്ദര്യം പോലെ തന്നെ ചരിത്രത്തിലും സമ്പന്നമായ ശ്രീനഗറിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സോനാമർഗിലേക്കാണ്. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ശ്രീനഗർ ശാന്തമായ തടാകങ്ങളുടെയും പച്ച പുതച്ച പൂന്തോട്ടങ്ങളുടെയും ആകർഷകമായ ഹൗസ് ബോട്ടുകളുടെയും നഗരമാണ്. ശ്രീനഗറിൽ നിന്ന് സോൻമർഗിലേക്ക് ഏകദേശം 80 കിലോമീറ്ററാണ് ദൂരമുള്ളത്. യാത്ര ചെയ്യാൻ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ എടുക്കും. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സിന്ധ് വ്യൂ പഞ്ചാബി ധാബയാണ്. നല്ല റെസ്റ്റോറൻ്റ് ആണ് എനിക്ക് തോന്നി. നമ്മളൊരു സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. എന്താ കാണുന്നില്ല? ഇപ്പോൾ കാണാം. അച്ഛൻ്റെ കറക്റ്റ്. കേക്കൊന്നും കേറിയില്ല, സ്ട്രേറ്റ് റോഡിൽ തന്നെ. എനിക്ക് രാവിലത്തെ ചായ പിടിച്ചില്ല, അതുകൊണ്ടാണ് ഇവിടെ കയറിയിട്ട് മാഗി കഴിയത്. ചായ കഴിച്ചോളായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നമ്മൾ ശ്രീനഗർ വിട്ട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ കുറേ ദൂരം സഞ്ചരിക്കുന്നത്. ഗാന്ദർബാൽ വഴി പോകുന്ന റോഡ് കയറി കൺകൺ എന്ന സിറ്റിയിലൂടെ ഗഗൻഗീർ വില്ലേജിലൂടെയാണ് പോകേണ്ടത്. ഈ കൺകൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മുഴുവൻ ഒരുപാട് ചെറിയ ചെറിയ വില്ലേജുകളിലൂടെയാണ്. ശ്രീനഗറിൽ നിന്ന് സോനാമർഗിലേക്കുള്ള ഈ ഒരു ഡ്രൈവ് ക്രമേണ ഹിമാലയത്തിലേക്കുള്ള ഒരു കയറ്റമാണ്. റോഡ് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞതാണെങ്കിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നഗരം വിട്ട് സോനാമർഗിലേക്ക് പോകുമ്പോൾ ഭൂപ്രകൃതി മാറാൻ തുടങ്ങുന്നു. സമൃദ്ധമായ താഴ്വരകളുടെയും തിളങ്ങുന്ന നദികളിലൂടെയും മനോഹരമായ ഗ്രാമങ്ങളിലൂടെയും റോഡുകൾ ഇങ്ങനെ വളയുന്നു. യാത്ര ഒരു വിഷ്വൽ ട്രീറ്റാണ്.
ഇവിടെ നിന്നുമാണ് സോനാമർഗിലേക്കുള്ള ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2700 കോടി രൂപ ചെലവിട്ട് 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അടുത്ത സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു ടണൽ ഉള്ളത് കാരണം നമുക്ക് ഏത് സമയത്ത് പോയാലും അങ്ങോട്ടേക്കുള്ള റോഡ് ക്ലോസ് ആവാതെ ഈ ടണലിലൂടെ നമുക്ക് സോനാമർഗിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഞങ്ങൾ പോയ സമയത്ത് ഇതിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. പ്രദേശവാസികൾ അവരവരുടെ ദൈനംദിന ജീവിതം നയിക്കുന്നതും വഴിയരികിൽ കളിക്കുന്ന കുട്ടികളെയും പുൽമേടുകൾക്കിടയിലൂടെ ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന ഇടയന്മാരെയും കാണാൻ കഴിയും. നമ്മൾ ഉയരത്തിലേക്ക് കയറുമ്പോൾ നല്ല തണുത്ത എയർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങൾ കൂടുതൽ നാടകീയമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സോൻമാർഗിലോട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മേളിലോട്ട് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല. ഇവിടുന്ന് ചെയിൻ ഇട്ട വണ്ടി, കാരണം റോഡിലൊക്കെ ഐസായതുകൊണ്ട് ഇതുപോലെ ചെയിൻ ഇട്ട വണ്ടി, അങ്ങനത്തെ വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്ന റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനെ പറ്റിയിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സുനായിട്ട്. റേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ അടുത്ത വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകും. അങ്ങനെ ഗഗൻഗീർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചെയിനിട്ട വണ്ടിയിൽ സോനാമർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, റോഡിൽ ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വണ്ടിയിൽ അതിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ലിപ്പായി പോകുന്നുണ്ട്. പല വണ്ടികളും പോയിട്ട് ഒരു സ്ലിപ്പായിട്ട് കൺട്രോൾ കിട്ടാതെ വരുന്ന കാണുന്നുണ്ട്. നമ്മുടെ അടുത്ത് അവർ എവിടേക്ക് പോകാനുള്ള റേറ്റ് സംസാരിച്ചത് 8,000 ഒക്കെ ആയിരുന്നു. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് അത് 5,000 ആക്കിയിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മളെ അവിടെ കൊണ്ടാക്കിയിട്ട് അടുത്ത ദിവസം നമ്മളെ അവിടുന്ന് അവർ പിക്ക് ചെയ്ത് ഗഗൻഗീർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തിക്കും. ഈ 2 മുതൽ 3 മണിക്കൂർ യാത്രയുണ്ടെങ്കിലും നമ്മളെ ബോറടിപ്പിക്കുന്ന യാത്രയേ അല്ല. ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. സമയം പോകുന്നത് അറിയത്തുമില്ല. നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയാർന്ന കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം -12 ആണ്. ഇടയ്ക്കൊക്കെ വണ്ടി സ്ലിപ്പായി ബ്ലോക്കായി കിടക്കുകയാണ്. മഞ്ഞു മൂടിയ മലനിരകൾ, പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ, ക്രിസ്റ്റൽ തെളിഞ്ഞ നദികൾ എന്നിവയുടെ വിശാലമായ കാഴ്ചകളാൽ ഈ പാത നിറഞ്ഞിരിക്കുന്നു. സ്വർണത്തിൻ്റെ പുൽത്തകിടി എന്നറിയപ്പെടുന്ന സോനാമർഗ് അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം, സാഹസിക വിനോദങ്ങൾ, ട്രക്കിംഗ് പാതകൾ എന്നിവയാൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു.
2800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമർഗ് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. നിരവധി ട്രക്കിംഗ് റൂട്ടുകളുടെ ആരംഭ പോയിന്റ് കൂടിയാണ് സോനാമർഗ്. ഈ നഗരം പ്രകൃതി സൗന്ദര്യവും സാഹസികതയും മാത്രമല്ല, മതപരമായ പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു. പ്രധാന ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് യാത്ര സോനാമർഗിലൂടെയാണ് കടന്നുപോകുന്നത്. ആകാശം മുട്ടെ നിൽക്കുന്ന മഞ്ഞുമലകൾ ഉള്ള ഒരു താഴ്വാരമാണ് സോനാമർഗ്. ലഡാക്കിലേക്ക് പോകുന്ന റോഡും കൂടിയാണ് ഈ വഴി. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്കൊരു പ്രത്യേക ഫീലാണ്, നമ്മൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയ ഒരു ഫീലാണ് നമുക്ക് ആ സോനാമർഗിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയാണ് ഇരുവശങ്ങളിലെ കാഴ്ചകൾ കാണാനെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇനിയുള്ള സോനാമർഗിലെ സ്റ്റേയും അവിടുത്തെ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോയുമായി നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.